ചിക്കനും മട്ടനും ബീഫും പിന്നെ കാളയും പോത്തും എല്ലാം കൂടെ വാങ്ങിച്ച് അടിച്ച് കയറ്റിക്കൊണ്ട് ഇരിക്കുന്ന രംഗമൊക്കെ നമ്മൾ പത്രത്തിൽ കണ്ടല്ലോ. അതേപോലെ അതൊരു ഒരു സംഭവമാണ്. അതേപോലെ ഒരു സംഭവമാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ അമേരിക്ക പോയിരിക്കുന്നത്. ഇവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിന് എങ്ങനെ ഇരിക്കുന്നു ഇപ്പോൾ അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിട്ടുള്ള വി രാജേഷ് അങ്ങ് അമേരിക്കയിലേക്ക് പോയത് നമ്മുടെ ഇവിടുത്തെ ശിവൻകുട്ടി സഖാവിന് അത്രയ്ക്ക് അങ്ങോട്ട് ബോധിച്ചിട്ടില്ല, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് ശിവൻകുട്ടി സഖാവിൻ്റെ ഈ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്തിന് അമേരിക്കയിലൊക്കെ പോകണം, ഇവിടെ നിന്നാൽ പോരെ എന്നുള്ള തരത്തിലുള്ള ആ ഒരു ചോദ്യമാണേ ശരിക്കും പറഞ്ഞാൽ. അതാണ് എന്തു പറയാനെന്ന് പറയാം. ഭരണവും പോയി, അതോടൊപ്പം തന്നെ ഈ പറയുന്നത് ഒത്തിരി കോർപ്പറേഷൻ്റെ ഭരണവും പോയി, കേരളത്തിലെ ഭരണവും പോയി, മേയർ അങ്ങോട്ട് അമേരിക്കയിലും പോയി. ഇതിപ്പോൾ ഞങ്ങൾക്കൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള ഒരു ചിന്താഗതിയാവാം. ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ അസൂയ എന്നൊക്കെ വേണമെങ്കിലും പറയാം. ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം ചിന്തിക്കണം ശരിക്കും പറഞ്ഞാൽ. കാരണം ഈ മേയർ വി രാജേഷ് എന്ന് പറയുന്ന വ്യക്തി ഈ അമേരിക്കയിൽ പോയിട്ടുണ്ട്. അമേരിക്കയിൽ പോയിട്ടുണ്ടെങ്കിൽ അങ്ങേർക്ക് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുമുണ്ട്. അത് അങ്ങേര് നല്ല വ്യക്തമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. അതായത് വെറുതെ അവിടെ ചെന്ന് കറങ്ങാനല്ല ഈ പറയുന്ന മേയർ അവിടെ വിസിറ്റ് നടത്തിയതെന്ന് പറയുന്നത്. ഗുണഫലങ്ങൾ എന്താണ് എന്നുള്ളത് തിരിച്ച് നാട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും തിരുവനന്തപുരം അങ്ങേരെ ഏത് തരത്തിൽ മാറ്റുമെന്നുള്ളതിൻ്റെ ഒരു ചിത്രം വ്യക്തമാകുമ്പോഴത്തേക്കും ഈ പറയുന്ന ഇടതുപക്ഷത്തിലെ എല്ലാ സഖാക്കന്മാർക്കും ബോധ്യപ്പെടും. പ്രത്യേകിച്ച് ശിവൻകുട്ടി സഖാവിന് ബോധ്യപ്പെടും. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്. ഇനിയിപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും തന്നെ ഈ പറയുന്ന മേയർ വി രാജേഷിനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന BJPയുടെ ഭരണമോ ഒന്നും തന്നെ പിടിച്ച് താഴെ ഇറക്കാനായിട്ട് എന്തായാലും ഇനി പറ്റത്തില്ല എന്നുള്ളത് വ്യക്തമാണ്. നിങ്ങൾ പഠിച്ച പണി 18 നോക്കി, സുഗതനിലൂടെ നോക്കി, വേറെ പല വഴികളിലൂടെ നോക്കി, എന്നിട്ടും ഒരു ചുക്കും നടന്നില്ല. ഇപ്പോൾ ഇതാ മേയർ അങ്ങ് അമേരിക്കയിലും പോയി. ഇനി തിരിച്ച് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും തരത്തിലുള്ള തരികിട കാണിച്ചുകൊണ്ട് മേയർ വി രാജേഷിനെ പിടിച്ച് താഴെ ഇറക്കിയിട്ട് ആ കസേരയിലേക്ക് വീണ്ടും കയറിയിരിക്കാമെന്നൊക്കെയുള്ള വ്യാമോഹങ്ങൾ ഉണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിമോഹം മാത്രമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇനി ഈ പറയുന്ന 5 കൊല്ലവും അവിടെ എന്തായാലും വി രാജേഷ് തന്നെയായിരിക്കും ഭരിക്കാൻ പോകുന്നത് എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. ഈ ഭരണം ഇനി അട്ടിമറിച്ച് കളയാം, ഈ ഭരണം ഈ പറയുന്ന വി രാജേഷിനെ നാറ്റിച്ച് കളയാമെന്നൊക്കെ വീണ്ടും എന്തായാലും ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും വലതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെയും ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിന് തന്നെയാണല്ലോ എല്ലാവരും തയ്യാറെടുത്ത് നിൽക്കുന്നത് തന്നെ. പക്ഷേ ഒരറ്റത്ത് അത് നടന്നുകൊണ്ടിരിക്കുമ്പോഴും മറുവശത്ത് ഈ പറയുന്ന വി രാജേഷ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയും നാടിന് വേണ്ടി ചെയ്യുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ മാറ്റുമെന്നുള്ളത് വ്യക്തമാണ്. പിന്നെ ഒരു കാര്യം വ്യക്തമാണ്, ഈ പറയുന്ന അമേരിക്കയിലൊക്കെ പോയിട്ട് വി രാജേഷ് അവിടുത്തെ കുറേയധികം കാര്യങ്ങളൊക്കെ കണ്ടു പഠിച്ചിട്ട് ഇനി ഇതൊക്കെ വന്ന് നാട്ടിൽ ചെയ്യാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ഇവിടുത്തെ സഖാക്കന്മാർ അത്രയും ഈ പറയുന്ന രീതിയിൽ അതിനെ തടയിട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല. തടയിടാനായിട്ട് പല വിധേന ശ്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതൊക്കെ മറികടന്നുകൊണ്ട് വി രാജേഷ് അതെല്ലാം തന്നെയും തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് തിരുവനന്തപുരം നഗരത്തിലൊക്കെ തന്നെ നടത്തി വരുന്ന തരത്തിലോട്ടൊക്കെ കാര്യങ്ങൾ മാറിയാലുള്ള അവസ്ഥയൊന്നും ആലോചിക്കണേ സഖാക്കന്മാരുടെ. പിന്നെ അവർക്ക് ഭരണം പോയിട്ട് ഒരു തരത്തിലും ഇനിയിപ്പോൾ പ്രതിപക്ഷ സ്ഥാനം പോലും നഷ്ടപ്പെടുമോ എന്നുള്ളത് സംശയകരമാണ്. അതുമാത്രമല്ല, ഇവർക്ക് ഈ മഴ പെയ്തതിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചുറ്റും വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വി രാജേഷിൻ്റെ മേലെ ഒന്നും കുറ്റം പറയാനായിട്ട് കിട്ടുന്നില്ല. ഇപ്പോൾ എന്തെങ്കിലും വി രാജേഷ് ഈ അമേരിക്കയിൽ പോയ സമയത്ത് ഇവിടെ എങ്ങാനും മഴ പെയ്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ ചുറ്റും എങ്ങനെ വെള്ളക്കെട്ടോ കാര്യങ്ങളോ വല്ല ഉണ്ടായിരുന്നെങ്കിലുള്ള പുകിലൊന്ന് ആലോചിച്ച് നോക്കുക എന്തായിരുന്നു അവസ്ഥ എന്നുള്ളത്. എന്തെങ്കിലും പറയാനുണ്ടോ? ഈ പറയുന്ന ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ എന്തെങ്കിലും പറയാനുണ്ടോ? ഇപ്പം മേയർ അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ഇവിടെ വല്ല മഴ പെയ്ത് വെള്ളപ്പൊക്കം വല്ല ഉണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിക്കണം. അപ്പോൾ എന്താണ് പുതിയ ഒരു ഭരണസമിതി വന്നതിന് പിന്നാലെ തിരുവനന്തപുരം നഗരം ക്ലീനായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയോ? അല്ലെങ്കിൽ വെള്ളപ്പൊക്കമൊക്കെ ആ ഒരു തരത്തിൽ വെള്ളക്കെട്ടൊക്കെ തന്നെ ഇപ്പോൾ ഇല്ലാതാക്കുന്ന തരത്തിലോട്ട് വി രാജേഷ് കാര്യങ്ങൾ മാറ്റിയോ എന്നതാണ് അവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും മുന്നോട്ടുള്ള പോക്കിൽ വി രാജേഷ് തിരുവനന്തപുരത്ത് ഈ 5 കൊല്ലം കൊണ്ട്, അതായത് ഈ 45 കൊല്ലം കൊണ്ട് സഹാക്കന്മാർക്ക് പറ്റാത്ത പല കാര്യങ്ങളും ചെയ്യുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ കാര്യം തിരുവനന്തപുരത്ത് എന്തായാലും തീരുമാനമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയും ശിവൻകുട്ടി സഖാവിൻ്റെ ഈ ഒരു വർത്തമാനങ്ങളൊക്കെ തന്നെയും ഭരണം കയ്യിൽ നിന്ന് പോയതിൻ്റെയും അട്ടിമറിച്ചുകൊണ്ട് വീണ്ടും കസേരയിൽ കയറി ഇരിക്കാമെന്നൊക്കെ വ്യാമോഹിച്ചിട്ടും നടക്കാത്തതിൻ്റെയും ഒക്കെ തന്നെ ഒരു വിഷമമായിരിക്കുമെന്നുള്ളത് കരുതാവുന്നതേ ഉള്ളൂ.